ജയറാം, നെടുമുടി വേണു, ഇന്നസെന്റ് കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയുടെ നിമിഷങ്ങൾ തീർത്ത ഒരു കടങ്കഥ പോലെ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ശേഖരവാര്യർ, വയസ്സ് 45 അല്ലേ? അതെ. എത്രയുണ്ട് ഉയരം? ഹൈറ്റ് എത്രയുണ്ടെന്ന്? ആർക്ക്? എനിക്കോ? ആ, നിങ്ങൾക്ക് തന്നെ. പിന്നെ ആർക്കാ പറയാ? 5 അടി 5 ഇഞ്ച്. ഇല്ല, 5 അടി 4.5 ഇഞ്ചേ ഉള്ളൂ. 1/2 ഇഞ്ച് ചെരുപ്പിന്റെ. കണ്ടാ പൊക്ക അത്ര മതിക്കില്ല. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? ദുർമേധസ്. വ്യായാമം ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതങ്ങോട്ട് കുറയ്ക്കുക. ഒരു ആലോചന വരുമ്പോ പെൺകുട്ടികൾക്കും തോന്നണ്ടേ ഒരു കമ്പമൊക്കെ. ആ, പറയാ എന്തൊക്കെയാ ദുശീലങ്ങള്? പുകവലി, പൊടിവലി, മുറുക്കല്, മദ്യപാനം. സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, കൈക്കൂലി. അത് ദുശീലത്തിൽ പെടില്ല. ഇങ്ങോട്ട് പോലീസ് സേവ വല്ലതും ഉണ്ടെങ്കിൽ അതും മറക്കണ്ട. സത്യം സത്യമായിട്ട് അറിഞ്ഞിട്ടേ മുമ്പോട്ട് പോകൂ എന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാ ഞാൻ. ഈ പറഞ്ഞ ദുശീലങ്ങളൊന്നും എനിക്കില്ല. ആട്ടെ, കുട്ടി ഏത് തരത്തിലുള്ളതാവണമെന്ന് വല്ല നിബന്ധനയുണ്ടോ? ഒരിക്കൽ ഒരു വിവാഹം കഴിച്ച കേസ് മതിയെങ്കിൽ എളുപ്പ. ചില്ലുവാനും ലേശം കൂടുതൽ തലാക്കും ചെയ്യാം. അതെന്തിനാ എഴുന്നേൽക്കണേ? നമുക്ക് ഇരുന്നോണ്ട് സംസാരിച്ചൂടെ? നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നോളൂ. എന്താ ഇറങ്ങിയില്ലെങ്കിലോ? പിടിച്ചു പുറത്താക്കും. അതിനുള്ള അവസരം തന്നില്ലെങ്കിലോ? എന്നാ പിന്നെ ഇറങ്ങിക്കൂടെ? ഇറങ്ങാൻ പറഞ്ഞ നിക്കണ സ്വഭാവം എനിക്കില്ല. ഞാൻ ഇറങ്ങിയ എന്താ പോരുന്ന? അയ്യേ, ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാ. ഇറങ്ങാൻ ഞാനിവിടെ കുളിച്ചു താമസിക്കാൻ വന്നതല്ല. വെറുതെ അല്ല, മൂത്ത് വരച്ചിട്ട് മീയാക്ക് പെണ്ണ് കിട്ടാത്തത്. ഈ പൊക്കണ്ണയാളി ലോകം വെച്ചേക്കില്ല. ദേ, എന്നോട് എന്തിനായിരുന്നു ഈ ചതി? വെട്ടാൻ നിക്കണ പോത്തിന്റെ അടുത്തേക്കാണോ കല്യാണാലോചനയായിട്ട് പറഞ്ഞേക്കണേ? 3211 ദമ്പതികളെ മംഗല്യ ചരടിൽ സമങ്കളം കോർത്തിണക്കിയവനാണ് ഈ പിള്ള. എനിക്കിത് ആദ്യമായിട്ടാ ഇങ്ങനൊരു അപമാനം. ഇതൊരു തുടക്കം മാത്രമേ ആയുള്ളൂ. അടുത്ത തവണ വരുമ്പോ അങ്ങനെ ഇത് കൂടുതൽ ചുണ്ടെടുത്തു വരും. കയ്യേറ്റുണ്ടാവോ? ചെയ്യില്ല, പക്ഷെ ഭാവിച്ചൊന്നും വരും. അതെ, അടുത്ത തവണ വന്നെങ്കിലല്ലേ ഉള്ളൂ. ഈ കേസ് വേണ്ടെന്ന് വെച്ചാലോ? അയ്യോ, പാടില്ല. വിടാതെ പിടികൂടണം. അതിനാണ് വഴിച്ചെലവ് തന്ന് തന്നെ ഞങ്ങൾ വിളിപ്പിച്ചത്. ചവിട്ടും തൊഴിയും ഞാൻ കൊണ്ടോളാല്ലേ? കൊള്ളാണ്ട് പിന്നെ തടുത്താ മതി. മുൻശുണ്ടി ഉണ്ടെന്നല്ലോ. സാറൊരു പാവ. എനിക്കിത് അങ്ങോട്ട് ബോധ്യമാവണില്ലല്ലോ. അങ്ങോട്ട് പറയുന്ന ആദ്യം കേൾക്കുക. അങ്ങേരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കൂ. സമ്മതിക്കരുത്. എന്ത് വില കൊടുത്ത് തളയ്ക്കണം. വില കൊടുക്കുന്നത് നിങ്ങള്, തളയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിലും എത്ര വലിയ കൊമ്പന്മാരെ കണ്ടവനാ ഈ ഞാൻ. പൂച്ചുവിലങ്ങിട്ട് തളച്ച് കൈ തരും. പോരെ പോരെ. നമസ്കാരം. ഇയാള് പിന്നെയും വന്നു. നിങ്ങളുടെ ഈ മൂശേട്ട സ്വഭാവത്തിന് വന്നുകൂടാത്തതാണ്. പക്ഷെ ആള് ശുദ്ധനാണെന്നും എന്ത് എതിർത്ത് പറഞ്ഞാലും ഉപേക്ഷിക്കരുതെന്നും നിങ്ങളുടെ ചെങ്ങാതിമാരെ എന്റെ കാല് പിടിച്ചു പറഞ്ഞു. പിന്നെ ശുദ്ധനാണെന്ന് അവര് മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസമില്ല. ഞാൻ നേരെ നിങ്ങളുടെ നാട്ടിൽ പോയി, വീട്ടിൽ പോയി വിസ്തരിച്ച് അന്വേഷിച്ചു. എന്റെ വീട്ടിലോ? നിങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങളുടെ വീട്ടിലല്ലാണ്ട് വേറെ വല്ല വീട്ടിലും പോയി അന്വേഷിക്കാൻ പറ്റുമോ? അയ്യാ, ചെങ്ങാതിമാര് പറഞ്ഞതേ കള്ളമല്ല. നിങ്ങളൊരു ശുദ്ധൻ തന്നെയാ. ചെന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി അന്വേഷിച്ചറിഞ്ഞു. ഇത്ര അങ്ങോട്ട് വൈകിയ വേളയിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുന്നതിൽ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ എതിർപ്പുണ്ടോന്ന് ഇത് നോക്ക. ഇല്ല. എന്ത് തോന്നിയാസാ നിങ്ങൾ കാണിച്ചത്? ഇതെങ്ങനെയാ തോന്നിയാസാവുക? ഒരു ആലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടങ്കോലും ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഉറപ്പ് വേണ്ടേ? എന്താ കുട്ടികളിയാ? ഈ പിച്ചച്ചട്ടി ആദ്യം അങ്ങോട്ട് മാറ്റിവെക്കി. 33 കേസുകൾ നോക്കി, 16 എണ്ണം തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതിൽ നിന്ന് ചെങ്ങാതിമാര് തെരഞ്ഞെടുത്ത 3 എണ്ണായി ഇത്. പറഞ്ഞോളൂ, ഏതിലാദ്യം തുടങ്ങണം? ഉദ്യോഗമില്ല, ഭൂസ്വത്തുണ്ട്. ഇത് സെക്രട്ടേറിയറ്റിൽ UD, പക്ഷേ 2ാമത്തെയാ. പിന്നെ ഇത് ടീച്ചറാ, ഹൈസ്കൂൾ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല സംഭവം. നല്ല ജിംട്ട ജിംട്ടി ജിംട്ടി. ഒരു വലിയ തമാശ. ആരോട് വെച്ചിട്ടാ നിങ്ങൾ ഇയാളെ കയറൂരി വിട്ടിരിക്കുന്നത്? അല്ല, ആരും വിവാഹം കഴിക്കില്ല എന്ന് വ്രതം നിർത്തിട്ടില്ലല്ലോ. എന്നാര് പറഞ്ഞു? വേണു പറഞ്ഞു. അതിന് എങ്കിൽ പിന്നെ ഇണങ്ങുന്ന ഒരാളെ കണ്ടെത്താൻ. എനിക്ക് ആരാ ഇണങ്ങാൻ? നീ മറിങ്ങോട്ടാ തീരുമാനിക്കാൻ? എന്റെ ഇഷ്ടം എന്താ ഇയാളെങ്ങനെ അറിയാ? ഫോട്ടോയും കൊണ്ട് എഴുന്നള്ളിയിരിക്കുന്നു. അഭ്യാസം വേണ്ട.
അല്ല ഞാൻ നിക്കണ പോണോ? തൽക്കാലം പൂവന്നെ നല്ലത്. ആ ഫോട്ടോ നോക്കട്ടെ. അയ്യടാ വാരത്തിലോ ശ്രാദ്ധമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ അല്ലേ? ഭംഗിയായി. എന്താടോ? അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നു. ഓ ആരാ? ബാങ്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. പുതിയതായി കല്യാണം കഴിച്ചാ. വൈഫിനെ കണ്ടിട്ട് ജോലിയുള്ള ലുക്കൊന്നും. ബലോബല അത്യുത്സാഹം വേണ്ട. ഏതായാലും ബാലുവിന് പകല് സമയം കളയാൻ വഴിയായി. അയലോക്കാർ വന്നാ പിന്നെ പഴയ പോലല്ല, അത് ഓർമ്മ വേണം. നിന്നോടാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനിവിടെ അടുത്ത വീട്ടില്. മനസ്സിലായി. ഇവിടെ വിജയ ബാങ്കിലെ വർക്ക് ചെയ്യുന്നത്. ഓ, ഇന്നലെ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കിട്ടിയത് വലിയ ഉപകാരമായി. നേരിട്ടൊരു താങ്ക്സ് പറയാനോ വേണ്ട വീട്ടിൽ നിന്ന് പരിചയപ്പെടാനോ കഴിഞ്ഞില്ല. ഈ സെറ്റിൽ ചെയ്യുന്നതിന്റെ ഒരു ബന്ധപ്പാടും പ്രാരാബ്ദമൊക്കെ ആയിട്ട് അറിയാലോ. ഒന്ന് സ്വസ്ഥമാവട്ടെ എന്ന് കരുതി ഇരിക്കായിരുന്നു ഞങ്ങളും. ഉണ്ണി ഇന്നലെ കണ്ടുല്ലോ. മൂപ്പര് കൊടുങ്ങല്ലൂരാ. ഇവിടെ പ്രീമിയറിന്റെ ട്രെയിനിയാ. ഹലോ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. കൈമൾ, ഭാസ്കര കൈമൾ. കൈമളേട്ടാന്ന് വിളിക്കാം. പട്ടാമ്പിയില. ഇവിടെ ഫാസ്റ്റ് ആൻഡ് സേഫിലെ അക്കൗണ്ടന്റാ. സാറിനെ പരിചയപ്പെട്ടില്ല. എന്താ ബാലോബാൽ അത്? വാര വേണ്ട ആദ്യം. എന്നെ പരിചയപ്പെടുത്താൻ വിശേഷിച്ചൊന്നുമില്ല. ശേഖര വാര്യർ ഏജീസ് ഓഫീസിലാണ്. ഓഡിറ്റ് ഓഫീസറാണ്. ഓ, ഇത് ബാലഗോപാലൻ തമ്പി. സിഎക്ക് പഠിക്കുക. ഇയാള് പഠിത്തം തുടങ്ങിയിട്ട് ഒരു വ്യാഴവട്ടായി. ഒരു പേപ്പർ ഒഴികെ ബാക്കിയെല്ലാം ഒത്തു. പക്ഷേ ആ പേപ്പർ ഇയാളും കൂടി ഒരു ഉരുട്ടിപ്പിടുത്തം തുടങ്ങിയിട്ട് വർഷം 7 ആയി. ആരെ കീഴടക്കുന്നു ഇനിയും പറയാറായില്ല. അങ്ങോട്ടിരിക്കാം. എവിടെയാ സ്ഥലം? പാലക്കാട് അടുത്ത് ചിറ്റൂരാ. ഓഹോ. അവിടെ ഇപ്പൊ അങ്ങനെ ആരുമില്ല. ഒരു സിസ്റ്റർ ഉള്ള ജോലി സ്ഥലത്താ. ആ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 ദിവസമായിട്ടുള്ളൂ. അവളുടെ വീട്ടുകാർ തമ്പുരാക്കന്മാരാ. പുതുക്കാട്ടെ. ആ. അമ്പിനും മില്ലിനും സമ്മതിക്കില്ല. ഞാനിങ്ങ് വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു. തീയും പുകയും മുഴുവൻ അടങ്ങിയിട്ടുണ്ടാവില്ല. ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് തമ്പുരാമ്പട എങ്ങാനും വന്നാ സഹായത്തിന് നിങ്ങളൊക്കെ ഉള്ളൂ. എന്നാ പിന്നെ വരട്ടെ. ശരി. ആൺകുട്ടി തന്നെ. ആര്? അയ്യടാ. ഓ, അടുക്കളപ്പണി, തുണിയലക്ക്, നിലം തുടക്കല് ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോഴേ മണി 11. ആ കൈമളിയേട്ടന്റെ മഹാമനസ്സേക്ക് സ്തുതി. പരമനായരെ ഏർപ്പാടാക്കിയ ചിന്നു നാളെ ഇങ്ങ് എത്തുമല്ലോ. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ ബാങ്കിൽ പോവല്ലോ. അവര് വന്നിട്ട് പിന്നെ വേണോട്ടം പോയാ മതി. ഞാൻ പോകുന്നതിന് അവര് വരുന്നതിനാണ്. പരമനാര് പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് ആരാ വരുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഓ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ചിന്നു വന്ന് ഊണുണ്ടാക്കി വിസ്തരിച്ചുണ്ട് നിന്നൊരു തൊട്ടിലേക്ക് കിടത്തി ഒരു താരാട്ടും പാടി ഉറക്കിട്ട് ഞാൻ ബാങ്കിൽ പോവാം. ഇതൊക്കെ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു. എടീ, എന്താ ഇത്? അല്ല, എന്താ വേണ്ടത്? കുറച്ച് പായസ. അമ്പലത്തിലെ വഴിപാടായിരിക്കും. അല്ല, വീട്ടിലുണ്ടാക്കിയതാ. അപ്പ വഴിപാട് തന്നെ. ഭാര്യ വീട്ടുകാരുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ബഹളത്തിൽ നിന്ന് പലിക്കേൽക്കാതെ രക്ഷപ്പെട്ട എന്റെ ഒരു വക. സന്ധ്യ പറയുന്നത് സാറാ സമയത്ത് വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവള് തലയിറങ്ങി വീണെന്ന. സത്യത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന്. നന്ദി ഒന്നും പറയണ്ട, പ്രവർത്തിച്ചാ മതി. ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന ചാപ്പാട് കഴിച്ചു മടുത്ത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പായസോ ഇത്തിരി പലഹാരോ. അതെ അതെ, മധുര പലഹാരം തന്നെ ആയിക്കോട്ടെ. സാറിന് മധുരം വലിയ ഇഷ്ടമാ. ഓ, പഞ്ചാര ഇഷ്ടമില്ലാത്ത ഒരാള് എന്തൊരു ആക്രാന്താണ്. അപ്പോ കാണുന്നതിന് മുമ്പ് ഒഴിക്കരുത്. ഒരാവശ്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരാളിങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കേ. പ്രത്യേകിച്ച് നമ്മൾ ചിലർ ഇടപെട്ട സ്ഥിതിക്ക് സാറിന്റെ അടുത്ത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ് നിന്നാലെങ്ങനെയാ? അല്ല കൈമളേട്ടാ, ഇതൊരു കുടുംബ കാര്യമായിട്ടെടുത്ത് നമുക്ക് ഒരുമിച്ച് നിന്നൊന്ന് പിടിച്ചൂടെ? എന്താ പിടിച്ചൂടെ? പിടിക്കാം. പിടിക്കാം. ആരെ പിടിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നേ? ഇവിടെ വേറെ ആരുടെ കാര്യം പറയാനുള്ളത്? ഇയാളെന്നെ കള്ളൻ 4 പേരറിയാതെ ഇയാൾ കല്യാണം കഴിച്ചു ക്ഷമിച്ചു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയും പറയുന്നത് സദ്യ തന്നൂടെ സാറേ? ആ ഡിമാൻഡ് ന്യായമാണ് കേട്ടോ. സാറ് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്താണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നിട്ട് എവിടം വരെ സാറേ കാര്യങ്ങള്? ഏത്? അല്ല, നമ്മുടെ കക്ഷിയുടെ മനസ്സിലിത് പറഞ്ഞോ? ഓ, അതോ. ഇനി കാണുമ്പോഴാവട്ടെ, ഒരു ദിവസം വിളിച്ചത് ചോദിക്കണം. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം. സേ യെസ് ഓർ നോ. യെസ് എന്നാണെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ നോ, വെൽ, നഷ്ടം അവരുടേതാണ്. ദാറ്റ് ഇസ് ഹൗ യു സീ.
രണ്ടു മൂന്ന് ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. ഒരു പേഴ്സണൽ മാറ്റർ, ചെറിയൊരു ടൂർ, യുനോ. നേരത്തെ കിടക്കണം. എങ്കിൽ പിന്നെ ഞാൻ പ്ലീസ്. എന്തായി? ഛേ, ഇതുവരെ കണ്ട ആളെയല്ലെന്ന്. എന്തു പറ്റി? ഭയങ്കര വെയിറ്റ്. വെയിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, തല്ലി പഴിപ്പിക്കണ്ട. അതെ.